ഇന്നത്തെ എൻ്റെ റെസിപ്പി പുളിയോഗര അല്ലെങ്കിൽ പുളിസാദം എന്നൊക്കെ പറയും. അതാണ് അതിനുള്ള റെസിപ്പിയാണെന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഒരു ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിട്ട് അത് വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിലൊരു സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഒരു ഗ്ലാസ് അരി നന്നായി കഴുകിയിട്ട് ഈ വെള്ളത്തിലിടണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. അങ്ങനെ അത് അരി വേവാൻ വയ്ക്കണം. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതി. പുളി നന്നായിട്ട് കുതിരാൻ അങ്ങനെ വയ്ക്കുക. പിന്നെ ഒരു ചെറിയ കടായി വെച്ചിട്ട് അതിൽ ഒരു 3 മുളക്, ഒരു സ്പൂണ് ജീരകം, 1/2 സ്പൂണ് കുരുമുളക്, 1/2 സ്പൂണ് മല്ലി, മുഴുവൻ മല്ലി, അതിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തിട്ട് പൊടിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവ, 1/2 സ്പൂണ് കടുക്, കുറച്ച് വേപ്പില, ഒരു നുള്ള് ഉഴുന്നും പരിപ്പ്. ഇതെല്ലാം കൂടിയിട്ട് ഇത് രണ്ടും ഞാൻ വേറെ വേറെയാണ് വറുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വറുക്കാം. ഒരുമിച്ച് വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക. പിന്നെ ഇപ്പോൾ പുളി എൻ്റെ കുതിർന്നുണ്ട്. അത് ഞാൻ നന്നായിട്ട് ഒരു തിരുമ്പി പിഴിഞ്ഞു അരിപ്പയിൽ ഒഴിച്ചു. അതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ആ വെള്ളം അരിച്ചു മാറ്റാം. ഒരു കടായിൽ വയ്ക്കുക. ഒരു പാനിലേക്ക് അത് ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഒരു ശർക്കര, ഒരു കഷ്ണം ശർക്കര ഇടുന്നുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചതിന് ഒരു ടീസ്പൂണ് പൊടി, ഇപ്പോൾ ഉലുവ, കടുക്, വേപ്പില, കുറച്ച് ഉഴുന്നും പരിപ്പ്, മല്ലി, കുരുമുളക്, ജീരകം, ഈ ഐറ്റംസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട്, പിന്നെ ചുവന്ന മുളക്, ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചിട്ട് ഒരു ടീസ്പൂണ് പൊടി. ഇത് ഞാൻ അത് ഈ ചെയ്യണത് ആദ്യം കൂടെ ഒരുമിച്ച്, ആദ്യം വറക്കണേ കൂടെ ഒരുമിച്ച് ഇട്ടാൽ മതി കേട്ടോ. വേറെ വേറെ വറക്കണമെന്നില്ല. അപ്പോൾ എല്ലാം കൂടി ഈ പുളി കലക്കിയിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതാവുമ്പോഴേക്കും ആ ശർക്കര പാകമായി വരും. അലിഞ്ഞ് ഇല്ലാണ്ടായിക്കോളും, അതിൽ ചേർന്നോളും. പിന്നെ ഒരു നുള്ളു കായം, ഈ പുളിയിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ചേർക്കണം. ഒരു നുള്ളു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി പാകമായി വരുമ്പോൾ വേവിച്ച ചോറ് ഇപ്പോൾ ഒരു ഗ്ലാസ് അരി 2 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും ചോറ് പാകമായിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് ആ ചോറ് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ലൈക്കൊന്നും ആരും ഇടുന്നില്ല, വെറുതെ നോക്കി പോകണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ലൈക്ക് ഇടാൻ മടിക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ ആ ഓളിലും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെയൊക്കെ എല്ലാ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഈ ചെയ്യണതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കമൻ്റൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇതിപ്പോൾ ഈ പുളി തിളപ്പിച്ച് വറ്റിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ഇപ്പോൾ ഈ റൈസ് വേവിച്ചത് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെക്കണം. അപ്പോൾ എല്ലായിടത്തും പിടിക്കണം. നന്നായിട്ട് ചോറിൻ്റെ കളറൊക്കെ മാറി ശരിക്കുള്ള ആ ക്രീമിൻ്റെ കളറായി വരും. നന്നായിട്ട് ഇളക്കണം. പിന്നെ അതിനൊരു കടായി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കണം. കടായിൽ
ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ അതിൽ ഒരു നുള്ളു കടുക്, ഉലുവ, ജീരകം, കപ്പലണ്ടി, ഉണക്കമുളക്, കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പ്, വേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തിട്ട് ഈ ചോറിലേക്ക് പകർത്തിടാം. അപ്പം അങ്ങനെ അതും ഇളക്കി ചേർക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയോഗര അല്ലെങ്കിൽ പുളിസാദം ഒക്കെ നിങ്ങൾക്ക് ടിഫിൻ ബോക്സ് ഈ പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ.